നമസ്കാരം. ഒരു ദിവസം വൈകിയ വാർത്തയാണ്. 24-ൽ ഹാഷ്മിയുടെ ന്യൂസ് ഇന്നാണ് ഞാൻ കണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ്. ചിലർക്ക് സൂഹിക്കില്ല, പ്രത്യേകിച്ച് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് തീരെ സൂഹിക്കാൻ സാധ്യതയില്ല. ഒരു 5ാം ക്ലാസ്സുകാരനെ, അതായത് 11 വയസ്സുകാരനെ ക്ലാസ്സിലെത്താൻ 2 മിനിറ്റ് വൈകി എന്ന കാരണത്താൽ ഗ്രൗണ്ടിൽ 2 റൗണ്ട് ഓടിച്ചു. അതിനുശേഷം ഇരുട്ട് റൂമിൽ ഒറ്റയ്ക്കിരുത്തി എന്നാണ് പറയുന്നത്. അത് സ്കൂളിന്റെ റൂളാണ് എന്ന് പറയുന്നു. ഈ പറഞ്ഞത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ച് കാശിക്ക് പോകണം എന്നാണ് പറയാനുള്ളത്. കാരണം ഈ സ്കൂൾ, കൊച്ചിൻ പബ്ലിക് സ്കൂൾ എന്ന ഈ സ്കൂളിൽ ഈ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ അടച്ചു പൂട്ടേണ്ട സമയം കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അവിടുത്തെ കുട്ടികളെ മറ്റേതെങ്കിലും സ്കൂളുകളിലേക്ക് ആക്കി അത് അടച്ചുപൂട്ടി സീൽ വെക്കണം. അതാണ് വേണ്ടത്. ഞാനിത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം, വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുറെ സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരം വെച്ചു കൂട്ടലല്ല. ഈ സമൂഹത്തിൽ പൗരബോധമുള്ള, രാഷ്ട്രബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ കാതലായ ലക്ഷ്യം. അതുപോലും അറിയാത്ത സർക്കാർ സംവിധാനമാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. നമ്മുടെ നാടിന്റെ ഗതികേട് എന്നേ പറയാനുള്ളൂ. ഈ സ്കൂൾ എന്നല്ല ഇവിടെ ഹാഷ്മി പറഞ്ഞിട്ടുള്ളത്. കൊച്ചിൻ പബ്ലിക് സ്കൂളിനെ കുറിച്ചാണെങ്കിലും അവിടെ ഇത്തരത്തിലൊരു സംഭവം നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വാർത്തകൾ വന്നതും കുട്ടി പറയുന്നതും രക്ഷിതാക്കൾ പറയുന്നതും അവിടെ രക്ഷിതാക്കളും അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റുമായി ഒച്ചയും വിളി ഉണ്ടാകുന്നതും ഒക്കെ വാർത്തകളിൽ കണ്ടതുകൊണ്ടാണ് ഈ അഭിപ്രായം പറയുന്നത്. 11 വയസ്സുള്ള ഒരു കുട്ടി, പ്രായം പക്വതയും വരാത്തൊരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അതിനുണ്ടാകുന്ന ഒരു സ്ട്രെസ്, ആ പ്രശ്നം, ആ ഒരു വിഷമം അതിന്റെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ആ കുട്ടിയെ 2 റൗണ്ട് ഓടിക്കുമ്പോഴുള്ള അപമാനമുണ്ടല്ലോ, 2 മിനിറ്റ് വൈകുന്നതിലല്ല, ആ അപമാനത്തിലാണ് കാര്യം. കുട്ടികളെ ശിക്ഷിക്കാം, അത് അവരുടെ സാമൂഹ്യബോധം വളർത്തുന്നതിനാകണം, അവരുടെ ജീവിത നിലവാരം, അവരുടെ പൗരബോധം, രാഷ്ട്രബോധം വളർത്തുന്നതിനായിരിക്കണം. അല്ലാതെ അവരെ അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ മാനസികമായി തളർത്തി അവരെ മനോനില തകർക്കുന്നതിനോ വേണ്ടിയാകരുത്. ഇവിടെ നടത്തിയിട്ടുള്ള ശിക്ഷ 2 റൗണ്ട് ഓടിക്കലും ഈ പറഞ്ഞതുമൊക്കെ ഇന്നത്തെ കാലത്ത് സത്യത്തിൽ കാട്ടാളത്തരം എന്നേ പറയാനുള്ളൂ. ട്രാഫിക് ബ്ലോക്കാണ്, വണ്ടികൾ വഴി കിടക്കും, 2-3 മിനിറ്റ് വൈകും, ഒക്കെ ശരിയാണ്. പക്ഷെ അച്ചടക്കം വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ശഠിക്കുമ്പോൾ ആ സ്കൂൾ പ്രവർത്തിക്കാൻ അർഹതയില്ലാത്ത സ്കൂളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും പറയും, കുറച്ച് നേരത്തെ വന്നൂടെ, നേരത്തെ വരാം. ഇത് രക്ഷിതാവാണ് അവിടെ കൊണ്ടുവിടുന്നത്. അതിനുശേഷം അവിടെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ മനോനില എങ്ങനെയായിരിക്കും? ആ കുട്ടിയെ ശിക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ മാനസിക നില എന്തായിരിക്കും എന്ന് ചിന്തിക്കണം. നിങ്ങളുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള വലിയ സ്കൂളുകൾ കൊണ്ടുവന്നാക്കുന്നത് മാനസിക നില തകർന്ന് മനുഷ്യനല്ലാത്ത മൃഗങ്ങളാക്കി കഞ്ചാവിനും ലഹരിക്കും ഭാവിയിൽ അടിമകളാക്കാൻ വേണ്ടിയിട്ടാണോ? ഇവിടെ ഉന്നത വിദ്യാഭ്യാസമുള്ള, ഉന്നത സർട്ടിഫിക്കറ്റുള്ള, ഉന്നത ബിരുദങ്ങളുള്ള പലരും വഴിപഴിച്ചു പോകുന്നതിന്റെ കാരണം ഇത്തരം സ്കൂളുകളാണ്. ഈ സ്കൂള് അത് ചെയ്തു എന്നല്ല പറയുന്നത്. ഈ വാർത്ത ശരിയാണ് എന്നെനിക്ക് പൂർണ്ണമായി ഉറപ്പൊന്നുമില്ല. സാധാരണഗതിയിൽ ചില കേസുകളിലെങ്കിലും സ്കൂളിനോടുള്ള അല്ലെങ്കിൽ അധ്യാപകരോടുള്ള ആ പകപോക്കലിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിരോധം വെച്ചുകൊണ്ട് പോക്സോ കേസുകൾ അടക്കം ചുമത്തി ജയിലിൽ അടയ്ക്കുന്നത് നമുക്കറിയാം. അത്തരം അറിയുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷെ ഞാനീ പറയുന്നത് 24-ൽ വന്ന വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, അവിടെ രക്ഷിതാക്കൾ ബഹളം വെക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കുട്ടിക്ക് മാനസിക നില തകരുന്ന വിധത്തിൽ, മാനസിക പ്രയാസം ഉണ്ടാകുന്ന വിധത്തിൽ എന്തോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. അത്തരത്തിൽ പണിഷ്മെന്റുകൾ കൊടുക്കുന്നത് വൈകി വരുന്നതിനോ മറ്റോ അവരുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ, ആ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിനപ്പുറം അവരുടെ മുന്നിൽ അപമാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത് ഒരിക്കലും അതിന്റെ വിദ്യാഭ്യാസത്തിന് ഭൂഷണമല്ല. അതുപോലും അറിയാത്ത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആ സ്കൂളിൽ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്കൂൾ എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണം. അതിനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് കാശിക്ക് പോകണം. വിദ്യാഭ്യാസ മന്ത്രിയെ അതിന് കഴിവുള്ളവനാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് മറ്റ് കഴിവുള്ള ആരെങ്കിലും, സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, പൗരബോധമുള്ള, രാഷ്ട്രബോധമുള്ള, കുട്ടികളെ വാർത്തെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള മറ്റാരെങ്കിലും ഭരണം ഏൽപ്പിക്കണം. Different angles. Don't forget to subscribe and support this channel.